ഹായ് ഓൾ, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. ഞാൻ അൽഫിൻ അബ്ദുൽ സലാം. ഒരുപാട് തവണ നെറ്റ് എഴുതിയിട്ട് പാസ്സാകാത്തവർ നമ്മളുടെ കൂട്ടത്തിലുണ്ട്. അതേപോലെ തന്നെ ആദ്യത്തെ അറ്റംപ്റ്റിൽ തന്നെ നെറ്റ് ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യുന്നവർ നമ്മളുടെ ഒപ്പം ഉണ്ട്. ആദ്യത്തെ അറ്റംപ്റ്റിൽ തന്നെ JRF നേടുന്നവരുണ്ട്. നെറ്റ് നേടിയിട്ടും 5-6 തവണ വീണ്ടും എഴുതിയിട്ട് JRF കിട്ടുന്നവർ നമ്മളുടെ ഇടയ്ക്കുണ്ട്. എന്താണ് ഇവർ തമ്മിലുള്ള വ്യത്യാസം? എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് എഴുതിയിട്ടും ട്രൈ ചെയ്തിട്ടും നെറ്റ് കിട്ടാതിരിക്കുന്നത്, അല്ലെങ്കിൽ JRF കിട്ടാതിരിക്കുന്നത് എന്നുള്ളതിന് കുറച്ച് കാരണങ്ങളുണ്ട്. എന്താണ് സ്റ്റഡി പാറ്റേണിൽ നമ്മൾ വരുത്തേണ്ട മാറ്റങ്ങൾ, എന്താണ് നമ്മളുടെ ഫോക്കസ് ഏരിയാസ് ആയിട്ട് നമ്മൾ വെക്കേണ്ട കാര്യങ്ങൾ, എങ്ങനെയാണ് നമ്മൾ കൃത്യമായിട്ട് എക്സാം അറ്റൻഡ് ചെയ്യേണ്ടത്, ഇങ്ങനെയുള്ള കുറച്ചധികം കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ തന്നെ നമ്മളുടെ ഒരുപാടധികം പ്രശ്നങ്ങൾ നമുക്ക് മാറ്റാനും നെറ്റ് JRF എന്ന സ്വപ്നത്തിലേക്ക് എത്താനും സാധിക്കും. ഇംഗ്ലീഷ് പോലെയുള്ള ഒരു സബ്ജക്റ്റിൽ നമ്മൾ എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, മികച്ച 5 മെത്തേഡ്സ് എന്തൊക്കെയാണ്, നമ്മൾ മാറ്റി നിർത്തേണ്ട 5 കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഇത് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ വരുന്ന 7-ാം തീയതി ഞാൻ എത്തുന്നത് ഒരു വെബിനാറുമായിട്ട്. അപ്പോൾ ഈ വെബിനാറിൽ ജോയിൻ ചെയ്യുക, നിങ്ങളുടെ നെറ്റിലേക്കുള്ള റോഡ് മാപ്പ് ഇന്ന് സ്റ്റാർട്ട് ചെയ്യുക. നമ്മളുടെ പ്രിപ്പറേഷൻ റൈറ്റ് മെത്തേഡിലാക്കാം. ഈ ജൂണിലെ നെറ്റ് നമുക്ക് സ്വന്തമാക്കാം. വെബിനാറിൽ രജിസ്റ്റർ ചെയ്യാനുള്ള ലിങ്ക് വീഡിയോയ്ക്ക് താഴെ നമ്മൾ പിൻ ചെയ്യുന്നതായിരിക്കും. ആ ലിങ്ക് ഉപയോഗിച്ച് വെബിനാറിൽ രജിസ്റ്റർ ചെയ്യുക, നിങ്ങളുടെ സീറ്റ് ഉറപ്പുവരുത്തുക. നമുക്ക് മെയ് 7-ാം തീയതി കാണാം. നമ്മുടെ സംശയങ്ങളെല്ലാം ദൂരീകരിക്കാം.